മട്ടൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരെ എന്താ ഇതുപോലും തയ്യാറാക്കി നോക്കണേ. നല്ല നാടൻ രീതിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ലൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനൊരു 3/4 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിരുന്നു കഴുകി വൃത്തിയാക്കി വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒരു മീഡിയം സൈസ് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ചുവന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നമുക്ക് സവോള എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം. 1.5 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മീറ്റ് മസാലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഇനി കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ 2-3 വിസിൽ കേട്ടാൽ മതി. അതിൻ്റെ എയർ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറക്കാവുന്നതാണ്. ഇനി ഇത് വേകുന്ന സമയം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയും ഉള്ളിയും വലിയ ജീരകവും കുറച്ച് കുരുമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഈ സമയം നമ്മൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം യോജിപ്പിച്ച് ഇതിൻ്റെ തിളയൊക്കെ ഒന്ന് ചെറുതായി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായിട്ടൊരു പാൻ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണയും ഉലുവയും ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് മട്ടൻ കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ വറുത്തരച്ച മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് പത്തിരിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പത്തിരി മാത്രമല്ല, അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, അതുപോലെ ബ്രെഡ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്